ഇപ്പോൾ സ്ട്രോക്ക് വരുന്ന ആളുകൾ, സ്ട്രോക്ക് പറഞ്ഞതുപോലെ ഓൾ ഓഫ് എ സഡൻ ആണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത ചേഞ്ചസ് ഉണ്ടാവും, മനസ്സിലാക്കാതെ പോയതാണെന്ന്. അങ്ങനെ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഒന്ന്, വാർണിംഗ് സിംറ്റംസ് ചിലപ്പോൾ വരാം. സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ചില ആൾക്കാർക്ക് ഓക്കെ. വാർണിംഗ് ആയിട്ട് ചിലപ്പോൾ ശരീരം കുറച്ച് സൂചനകൾ കൊടുത്തേക്കാം. അതിൽ ഒന്നാണ് ഏതെങ്കിലും ഒരു കൈയുടെ മരവിപ്പ്, അത് ഭാഗികമായിട്ടുള്ള ഒരു വീക്ക്നെസ്. അത് നമ്മൾ TIA എന്ന് പറയും, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. ഓക്കെ. ഇതാണ് ഒരു പ്രീ സ്ട്രോക്കായിട്ട് സാധാരണ കാണുന്ന ഒരു വാർണിംഗ് സിംറ്റം. TIA, അത് ട്രാൻസിയൻറ്റ്. എത്രത്തോളം മരവിപ്പ്? കാരണം ഒരുവിധം അത് എല്ലാവർക്കും മരവിപ്പ് നല്ല നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു വീക്ക്നെസ്. ഒരു വീക്ക്നെസ്, ഫുൾ വീക്ക്നെസ് അല്ല, ഇപ്പോൾ ഒരു ഭാഗ്യമായിട്ട് ചെറിയൊരു ഇത്, അങ്ങനത്തെയൊക്കെ ചില ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യും. മറ്റു ചിലർ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറൊക്കെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്മളൊരു ഒരു BP ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പക്ഷേ BP ഹൈ ആണ്, ഈ സംഭവമൊക്കെ ഉള്ള സമയത്തൊക്കെ ഹൈ ആണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡിൽ കൂടെ നമ്മൾ പോകണതാണ്. ഒരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കുക, ആൾക്ക് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബിസിനസ് വേണ്ട, നമ്മൾ സാധാരണ ആൾക്കാർക്ക് പോലും പല കാരണങ്ങൾ കൊണ്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാകും. പീരീഡിൽ കൂടെ പോകുന്ന ഈ സന്ദർഭങ്ങളൊക്കെയാണ് BP കൂടാനും സ്ട്രോക്കിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യത. അപ്പോൾ TIA എന്ന് നമ്മൾ ജനറൽ അത് ടെക്നിക്കൽ ടേം ആണെന്നെങ്കിൽ പോലും അതിനൊരു സിംറ്റം ഇതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തിന് പ്രത്യേകിച്ച് മരവിപ്പ്, ചെറിയൊരു വീക്ക്നെസ്, മുഖത്തൊരു സൈഡ് വീക്ക്നെസ്, ഒരു ബോഡിയുടെ ഹാഫായിട്ട് വീക്ക്നെസ്, അല്ലെങ്കിൽ ഒരു പെരുപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ബലക്കുറവ്, ഒരു കാഴ്ചമങ്ങൽ, ഇതൊക്കെ ന്യൂറോ സിംറ്റംസ് ആയിട്ട് ഇതാണ്. സംസാരിക്കാനുള്ളൊരു തടസ്സം, ഒരു ചെറിയൊരു തടസ്സം, അല്ലെങ്കിൽ ഒരു വശം ഒരു ഇങ്ങനെ ഒരു കോടിപ്പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് നോർമലായി മാറും. പക്ഷെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എസ്പെഷ്യലി ഇങ്ങനത്തെ നേരത്തെ മരുന്നുകളൊക്കെ സർക്കംസ്റ്റാൻസസും കൂടെ നോക്കണം. റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ നോക്കണം. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഉറക്കം ഒരു വലിയ ഫാക്ടറാണ് ബ്രെയിനിന്, നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ വേണ്ടതാണ്, സ്പെഷ്യലി ബ്രെയിനിന് വേണ്ട ഒരു കാര്യമാണ് എന്ന്. ഉറക്കക്കുറവ് ഈസ് ഡേഞ്ചറസ് ദൻ ആൽക്കഹോൾ എന്ന് ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. ഇസ് ദാറ്റ് സോ? രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുള്ളതാണ് ഒരു കാര്യം വെച്ചാൽ ആൽക്കഹോള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയും നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെന്നാണെങ്കിൽ ആൽക്കഹോൾ എടുത്താൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഉറക്കക്കുറവ് ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചാൽ അത് ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് ഇൻ ദ സെൻസ്, നമുക്ക് ഈ പറഞ്ഞ നമ്മളെ ബ്രെയിൻ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ലീപ്പ് എന്നുള്ളത്. അപ്പോൾ ഉറക്കമില്ലായ്മ നമ്മളെ ഒരുപാട് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. മാത്രമല്ല നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ജോലിയിൽ ഒരു വർക്ക് പെർഫോമൻസ് വളരെ, കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കോളസ്റ്റിക് പെർഫോമൻസ്, സ്കൂളിലുള്ള പ്രവർത്തനങ്ങൾ, ടാസ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റായിക, നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം, ഉന്മേഷക്കുറവ്, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ലാക്ക് ഓഫ് സ്ലീപ്പ് ഓവറോൾ ഹെൽത്തിന്, കാരണം വെച്ചാൽ നമ്മുടെ ബോഡി റീചാർജ് ചെയ്യുന്നതും നമ്മുടെ ബോഡി റിപ്പയർ വർക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, റിജുവനേഷൻ നടക്കുന്നത്, അതിന് വേണ്ട ഒരു പീരീഡാണ് സ്ലീപ്പ്. അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്കൊരു പീസ്ഫുൾ സ്ലീപ്പ് കിട്ടിയാലേ ബോഡിക്ക് അതിനെ നെക്സ്റ്റ് ഡേയിലേക്ക് അതിനെ നമ്മുടെ ബോഡി ഓർഗാനിസത്തിനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം അവതാളത്തിലാവുമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉറക്കത്തിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും വളരെ, അതായത് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു കേൾക്കില്ല, ഉറക്കമില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ ഭയങ്കര പാടാണ് എന്ന്. പക്ഷെ ഇപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഒരു കോമൺ പ്രശ്നമാണ്. അപ്പോൾ ആസ് എ ന്യൂറോ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സർജൻ, ബ്രെയിനിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ, ഈസ് ദർ സം ടിപ്സ് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ അങ്ങ് ഉറക്കത്തിലേക്ക് വിടാനായിട്ട് എന്തെങ്കിലും ടിപ്പുകളുണ്ടോ? ഇപ്പം ഉറക്കക്കുറവെന്ന് വെച്ചാൽ ഇൻസോംനിയ എന്ന് നമ്മൾ പറയും. ഇൻസോംനിയ അപ്പം അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണം കൂടുതലും എൻവയറമെൻറ്റലും സൊസൈറ്റി, സാമൂഹിക കാരണങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. ഒന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ജോലിയിലുള്ള സ്ട്രെസ്സ്, പിന്നെ നമ്മളുടെ ടെക്നോളജി. പല ആൾക്കാരും വളരെ അഡിക്ഷൻ ഉണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസസിനോട്, ഫോൺസ്, ലാപ്ടോപ്പ് യൂസേജ്, അങ്ങനത്തെ ഡിജിറ്റൽ വേൾഡിലാണ് പല ആൾക്കാരും. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ഉള്ളതുകൊണ്ട് നമ്മളുടെ ട്രാവൽ, പല ആൾക്കാരും ജോലി സംബന്ധമായിട്ടൊക്കെ ഇഷ്ടംപോലെ യാത്രകൾ, അപ്പം ഫ്ലൈറ്റ്സിലൊക്കെ പോകേണ്ട ആൾക്കാർക്ക് ജെറ്റ് ലാഗ്, ഒരുപാട് കാര്യങ്ങൾ ഇത് സൊസൈറ്റി റിലേറ്റഡ് ആണ്, ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ട് തന്നെ
അതിനൊരു റെമഡി കണ്ടെത്താൻ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയിരിക്കണം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ഉറക്കം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പഠിപ്പിക്കാറുണ്ട് പലരും, സൈക്കോളജിസ്റ്റുകളും അങ്ങനത്തെ ആൾക്കാർക്ക് ബോഡി റിലാക്സേഷൻ ടെക്നിക്സ്. അത് മെഡിറ്റേഷൻ അതിൻ്റെ ഭാഗമാകാം, പിന്നെ പ്രോഗ്രസ് മസിൽ റിലാക്സേഷനുള്ള ടെക്നിക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഓവറായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല, ഉറക്കത്തിന് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ വേറൊരു അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമുക്കൊരു ഗുഡ് സ്ലീപ്പ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതായത് ദിവസേന നമ്മൾ ബെഡിൽ ഞാൻ ഇത്ര മണി കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിർത്തി ഉറങ്ങാൻ പോയിരിക്കും. അതുപോലെ രാവിലെ ഒരു ഫിക്സഡ് ടൈം വെക്കുക. ഇതൊരു റുട്ടീൻ ആക്കിയാൽ, ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്രമം പാലിച്ചാൽ മാത്രമേ നമുക്ക് സ്ലീപ്പും ആ ഒരു ക്രമത്തിൽ വരുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ടോട്ടലി ഇങ്ങനത്തെ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളും അതിൻ്റെ ഒരു ഓർഡറിൽ നടക്കില്ല. അപ്പോൾ ഒരു ഗുഡ് സ്ലീപ്പ് ഹാബിറ്റ് നമ്മൾ തന്നെ അത് ഇതാക്കണം. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കുറച്ചൊരു അറ്റ്ലീസ്റ്റോ 1 മണിക്കൂർ മുമ്പ് ഇതാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 hours മുമ്പ് കഴിക്കണം. ആൽക്കഹോളൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഉടനെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറേ നേരത്തെ മുമ്പ് ഇതാക്കുക. ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുമ്പ് തന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ആ വർക്ക് എല്ലാം കുറേ നേരം മുമ്പ് നിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഉറക്കത്തിലേക്ക് നമ്മളുടെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ റെഡിയാന്നുള്ളൊരു പിന്നെ നമ്മളുടെ എൻവയറമെൻറ്റ്, നമ്മളുടെ ബെഡ്റൂമിൻ്റെ ആവശ്യത്തിന് ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ. ഒരുപാട് ചൂടുള്ളിടത്ത് നമുക്ക് കിടക്കാൻ പറ്റില്ല, ഒരുപാട് കൂടുതൽ തണുപ്പാണെങ്കിൽ പറ്റില്ല. അപ്പോൾ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറുള്ള ഒരു എൻവയറമെൻറ്റ്, ഒപ്റ്റിമൽ ലൈറ്റിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് സോഫ്റ്റ് ലൈറ്റിങ്, അല്ലാത്ത ആളുകൾക്ക് ഡാർക്ക്നെസ് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഈ ഡാർക്ക്നെസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ ബോഡിയിൽ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അത് ലൈറ്റ് മെലറ്റോണിന് നമ്മുടെ ബോഡിയിൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന മെസ്സഞ്ചറാണ്. അപ്പോൾ ആ ഹോർമോൺ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക്നെസ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട്. പിന്നെ മറ്റൊരു കാര്യം അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്ക്രീൻ ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒക്കെ അതിന് ഇമ്പയർ ചെയ്യും. കാരണം വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ്റെ ഇമ്പയർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഇതിനൊക്കെ സയന്റിഫിക് ബേസിസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പം ഞാനും ഡോക്ടറും ഒക്കെ മിക്കവാറും സമയങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. കൂടുതൽ നേരം ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഹെൽത്തിനെ ബാധിക്കുമോ? മൊത്തത്തിൽ ബാധിക്കാം. കാരണം വെച്ചാൽ നമ്മൾ മോഷൻ ഈസ് ലൈഫ് എന്നാണ് ഒരു ക്യാച്ച് ഫ്രേസ്. അത് ഓർത്തോപീഡിക്സിലൊക്കെ ഒരു ആപ്തവാക്യമായിട്ട് ഇങ്ങനെ പറയുന്ന മോഷൻ ഇസ് ലൈഫ്. നമ്മളുടെ ചലനാത്മകമായ ജീവൻ ചലനം എന്നുള്ളതാണ്. മൊബൈൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചലിക്കാതെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നത് മൊത്തത്തിൽ ഒരു തലച്ചോറ് മാത്രമല്ല ഹോൾ ബോഡീനെ അത് ഇതാക്കണേ. ഓക്കെ, ഈ നമ്മൾ കുട്ടികളുടെ കേസ് പറയുമ്പോൾ കുട്ടികൾക്ക് ഇവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കം, അതുപോലെ നല്ല ഭക്ഷണം എന്നൊക്കെ പറയും. ഇതിൽ ഭക്ഷണം ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ബ്രെയിൻ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സീഡ്സ് ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ സീഡ്സ്, അങ്ങനത്തെ ഇതിൻ്റെ മിക്സ് ലഡ്ഡു ഒക്കെ വരുന്നുണ്ട്, ബ്രെയിൻ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈസ് എ സംതിങ് കോൾഡ് എ ബ്രെയിൻ സൂപ്പർ ഫുഡ്? ബ്രെയിൻ്റെ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റിൽ കൂടുതൽ വരുന്ന ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റാണ് കൂടുതലും. എന്നാൽ തന്നെ ബ്രെയിൻ്റെ ഹെൽപ്പിന് ഏത് ടൈപ്പ് ഫുഡ് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ബെറീസൊക്കെ. ബെറീസ് എന്ന് വെച്ചാൽ ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, പിന്നെ നട്ട്സ് കാറ്റഗറിയിൽ വരുന്നത് ആൽമണ്ട്സ്, വാൽനട്ട് ഒരു നല്ല സൂപ്പർ ഫുഡായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ അവോക്കാഡോ, അങ്ങനത്തെ ഇതുകൾ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ ഫാറ്റി ഫിഷ്, ട്യൂണ പോലത്തെ അതൊക്കെ. കാരണം വെച്ചാൽ അതിനകത്തൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാടുള്ളതാണ്. ബ്രെയിൻ്റെ ഒരു 60% നമ്മൾ ആലോചിക്കണം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫാറ്റാണ്. അപ്പോൾ എഗ്ഗ്, ഫാറ്റി ഫിഷ് ഇതും കഴിക്കാത്തവർക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, ഇങ്ങനത്തെ. പിന്നെ സീഡ്സ് എൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. സീഡ്സ്, പംകിൻ സീഡ്സിന് അതിനകത്ത് ഒരുപാട് ബ്രെയിനിന് ആവശ്യമുള്ള
വസ്തുക്കളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് സൂപ്പർ ഫുഡ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ്, അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബ്രെയിൻ. ഇപ്പൊ ബ്രെയിൻ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ ഈ മീൻ ഗുളിക, ഫിഷ് ഓയിൽ, ആ ഗുളികകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുട്ടികൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്ന പോലെ ഒമേഗ 3 ആണ്. കാരണം നമ്മൾ ബ്രെയിനകത്ത് ഫാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈസ് ഇറ്റ് ആക്ച്വലി ഓക്കെ അങ്ങനെ ആണോ? പക്ഷെ ഓവറായിട്ട് ഒരു സാധനം കഴിക്കുന്നവർ പക്ഷേ നല്ലതായിരിക്കില്ല. എന്നാലും കുട്ടികളെ കൂടുതൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ ആളുകൾക്കായിരിക്കും. കാരണം നമുക്കാണ് അതിൻ്റെ കൂടുതൽ ആവശ്യം. കുട്ടികൾക്ക് അവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ടേക്കൺ കെയർ ഓഫ് ആണ്. നമ്മളാണ് ഇക്കാര്യത്തിനകത്തൊക്കെ ഒരു ശ്രദ്ധക്കുറവൊക്കെ കാണിക്കുന്ന ആളുകൾ. ഓക്കെ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, അതായത് ഒരു 15 വയസ്സിന് താഴെയൊക്കെ ഉള്ള കുട്ടികളിൽ സ്ഥിരമായി പാരൻസ് പറയുന്ന ഒരു പ്രശ്നമാണ്, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഹൈ ഫീവർ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇവർ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ടായിട്ട് വീണ് പോകും. ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഇവർ കണ്ണൊക്കെ മുകളിലേക്കാവുക, കണ്ണ് മൊത്തത്തിൽ അങ്ങ് പെയിലായി പോവുക, അങ്ങനെ വീഴും. ഒരുവിധം എല്ലാ പാരൻസും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യം ബ്ലാക്ക് ഔട്ട്സ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുക എന്നാണ് കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയാം. കണ്ണിൽ ഇരുട്ട് കയറി എന്ന് പറയും. അതൊരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഇപ്പോൾ ചിലർ പറയും കാലൊന്ന് പൊക്കി വെച്ച് കിടത്തിയാൽ മതി. അത് കഴിയുമ്പോൾ അവർ ഓക്കെ ആവും, ദേ ആർ കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷെ ഒരു കുറച്ച് സെക്കൻഡ്സിലേക്ക് ബ്ലാക്ക് ഔട്ടായി വീഴുക എന്ന് പറയും. അത് വളരെ നോർമൽ ആണെന്നാണ് പാരൻസും പറയുന്നത്. അതങ്ങനെ പല കുട്ടികളൊക്കെ എസ്പെഷ്യലി നമ്മുടെ അസംബ്ലിയിലൊക്കെ നിൽക്കാൻ, വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ, ക്രൗഡിൻ്റെ ഇടയിൽ ഹൈ ഫീവർ ഉള്ള സമയത്തൊക്കെ. അപ്പോൾ ഫീവർ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീഴുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സിങ്കോപ്പി എന്ന് പറയും, സിങ്കോപ്പൽ അറ്റാക്സ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ബ്ലാക്ക് ഔട്ടിനാണ് വേഗൽ സിങ്കോപ്പി എന്ന് പറയും. അതിന് പലപ്പോഴും നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ മീൽസ് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, തലേദിവസത്തെ ഫുഡ്, എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഫുഡൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഷുഗർ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, ഷുഗർ ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു തലച്ചുറ്റലുണ്ടാക്കി വീഴാം. ചിലവരൊക്കെ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങൾ കണ്ടെത്താനില്ല. പിന്നെ ഫീവർ ഉള്ളതിനെ കുറിച്ച് പറഞ്ഞല്ല, ഹൈ ഫീവർ ഉള്ള സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ ബോധം കെട്ട് വീണാൽ കണ്ണൊക്കെ അപ്രോളിങ്, മുകളിലേക്ക് മറിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സമയത്തൊരു അപസ്മാരം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫിറ്റ്സ് ചില കുട്ടികൾ പ്രത്യേകിച്ചും ഒരു 5 വയസ്സ് വരെയൊക്കെ, 5-6 വയസ്സ് വരെയൊക്കെ ഫീവർ അസോസിയേറ്റഡ് ആയിട്ട് സീഷേഴ്സ് അല്ലെങ്കിൽ ചുഴലി കാണാറുണ്ട്. അവർക്ക് അപസ്മാര രോഗമില്ല, എന്നാൽ പക്ഷേ ഇതുപോലെ പനിയുള്ള സമയത്ത് ഹൈ ഫീവറിൻ്റെ സമയത്ത് ഫീവർ ഇൻഡ്യൂസ്ഡ് ഫിറ്റ്സ് ഒക്കെ വരാറുണ്ട്. അത് പിന്നെ കുട്ടി ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോൾ അതിനുശേഷം പിന്നെ പനി വന്നാലോ ഒന്നും വരാറില്ല. പക്ഷെ പല കുട്ടികളിലും ഈ ഒരു പീരീഡിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് ഭാവിയിൽ ഒരു അപസ്മാരമൊക്കെ ആയിട്ട് ചിലവർക്ക് വരാം, ചിലവർക്കൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫീവർ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഉള്ള പെട്ടെന്നുള്ളൊരു കുഴഞ്ഞു വീഴ്ച, അത് എപ്പിലെപ്സി വല്ലതും ആണോ, അത് ഒരു പ്രാവശ്യമൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ആരും അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് പലതവണ പനി വരുമ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് EG ഒക്കെ എടുത്ത് നോക്കണം. അങ്ങനത്തെ ചുഴലി ആവാനുള്ള അല്ലെങ്കിൽ ഫിറ്റ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. അല്ല, പനി ഇല്ലാണ്ട് വരുന്നത് ദാറ്റ് ഈസ് ഓക്കെ. പനി ഇല്ലാതെ വരുന്നത് പലപ്പോഴും ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, മെജോറിറ്റി ഓഫ് ആളുകൾ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാറില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നത്, കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനം. ഒന്ന് പലപ്പോഴും ഒന്ന് കാർഡിയാക്, ഹാർട്ടിന് എന്തെങ്കിലും തകരാറുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അവരുടെ ഹാർട്ടിൻ്റെ ഹൃദയത്തിനകത്തുള്ള താളത്തിന് എന്തെങ്കിലും അപാകത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് വീഴാം. അപ്പോൾ ഒരു ഹാർട്ട് ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഫിറ്റ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. മറ്റു ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വീണാണെങ്കിൽ പലപ്പോഴും അതൊരു ഷുഗർ കുറഞ്ഞു പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ ആളുകളുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ടും അവർക്ക് എന്ത് അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണ്, എന്ത് മരുന്നെടുക്കുന്നവരാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്കത് പറയാൻ പറ്റുള്ളൂ. പൊതുവെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, നമ്മൾക്ക് ബ്രെയിൻ റിലേറ്റഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മയാണല്ലോ പറയുക, മെമ്മറി. അതായത് ഇപ്പം ഞാൻ ഉൾപ്പെടെ പറയുന്നത് വെച്ചാൽ ഭയങ്കര ഓർമ്മക്കുറവാണ് എന്നുള്ളത്. ഓർമ്മ കൂട്ടാൻ, മെമ്മറി കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മെമ്മറി കൂട്ടാൻ വലിയ വഴികൾ
എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ മെമ്മറിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് മെമ്മറി കുറയാതിരിക്കാൻ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിക്ലൈൻ, ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു ഡീജനറേഷൻ, ഒരു അപജയം നമ്മുടെ ശരീരത്തിലാണ്. അതുപോലെ അവരുടെ ആൾസൈമേഴ്സിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിന് തടയിടാൻ വേണ്ടി ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഹോബീസ്, പുതിയതായിട്ടുള്ള ഹോബീസുകൾ എന്തെങ്കിലുമൊക്കെ ടേക്കപ്പ് ചെയ്യാം. നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനൊരു വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പുതിയ പ്രോജക്ട്സുകൾ കൊണ്ട്, അതായത് ഒരു ലാംഗ്വേജ് വേണമെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക, പുതിയൊരു ലാംഗ്വേജ്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതായത് പുതിയ എന്തെങ്കിലും ഒരു ഗെയിം ശ്രമിക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, സംതിങ് ന്യൂ, അതൊക്കെ ബ്രെയിൻ്റെ ഹെൽത്തിന് ഇതാക്കും. അത് മെമ്മറിനെ ഒരു പരിധി വരെയൊക്കെ. പിന്നെ മെമ്മറി ടെക്നിക്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു ടാബ്ലറ്റൊക്കെ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല മെമ്മറി. ഈ മെമ്മറി ടെക്നിക്സ് സാർ പറഞ്ഞത് എന്താണ്? Can you say a few things? മെമ്മറി ടെക്നിക്സ് എന്ന് വെച്ചാൽ ഇപ്പം പല ആൾക്കാരും ഭയങ്കര സൂപ്പർ മെമ്മറി ഉള്ള ആൾക്കാർ കുറേ പറയുന്നുണ്ട് മെമ്മറി കൂട്ടാനുള്ള വഴികൾ, അല്ലെങ്കിൽ മറന്നു പോകാതിരിക്കാനുള്ള വഴികൾ. അതിന് ഇഷ്ടംപോലെ അവർ പറയുന്ന കാര്യങ്ങൾ അസോസിയേഷൻസ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളതാണ്. അതായത് നമുക്കൊരു അങ്ങനത്തെ കുറേ ടെക്നിക്സ്, അത് ജനറലായിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് അത് പറയാൻ ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഇപ്പം ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസിന്റെ ഇടയ്ക്ക് ഏറ്റവും റെയർ ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കേസ്, ഒരു പേഷ്യന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ കേസുകൾ ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ലാത്ത കേസുകളുണ്ട്. ഒരു ന്യൂറോ സർജറിയിലൊരു നമ്മളൊരു ചലഞ്ചിങ് ആയിട്ട് പലപ്പോഴും തോന്നാറുള്ളത് ചിലപ്പോൾ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇതുണ്ടാക്കാം. ചില വളരെ സിവിയർ ഹെഡ് ഇഞ്ചുറീസ് എനിക്കങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഇല്ല. എന്നാൽ തന്നെ കുറേ കേസുകൾ നല്ല ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. പക്ഷെ ഇന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്പെഷ്യലി ഒരെണ്ണം പറയാൻ പറ്റില്ല എന്നല്ലേ? ഇല്ല, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ന്യൂറോ സർജറിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്ന് ഹെഡ് ഇഞ്ചുറീസാണ് പ്രധാനപ്പെട്ട ഒരു മേഖല. തലക്കുള്ള പരിക്കുകൾ, അതുപോലെ തന്നെ നട്ടലിൻ്റെ പരിക്കുകൾ. ഈ തലക്കുള്ള പരിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ് വെച്ചിട്ടാണ് പലരും ആക്സിഡൻസ് ആയിട്ട് വരുന്നത്. പിന്നെ വല്ല പൊക്കത്തിൽ നിന്ന്, കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണിട്ട് നമ്മളുടെ ആ സമയത്ത് തലക്ക് പരിക്ക് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നട്ടലിനായിരിക്കും സ്പൈൻ ഫ്രാക്ചേഴ്സ്. ഇതൊക്കെയാണ് ന്യൂറോ സർജറിയിൽ വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു സംഭവങ്ങൾ. അപ്പോൾ ഈ ഹെഡ് ഇഞ്ചുറീസ്, എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ഹെഡ് ഇഞ്ചുറീസ്? ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു എപ്പിഡമിക് പ്രൊപ്പോർഷൻസിൽ തന്നെ ഉണ്ട്. ഹെഡ് ഇഞ്ചുറീസ് ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഒന്ന്, 2 വീലേഴ്സാണ് വളരെ അധികം ഹെഡ് ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു വിഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റോഡിൽ 2 വീലർ യൂസേഴ്സിനാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവരാണ്. അപ്പോൾ ഹെൽമെറ്റ്, അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിന് മാത്രം ഇമ്പോർട്ടൻസ്, ഹെൽമെറ്റ് എല്ലാ ആൾക്കാരും ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഹെൽമെറ്റ് യൂസേജ് വലിയ തരക്കേടില്ലാതെ ഒരുപാട് ആൾക്കാരത് ഫോളോ ചെയ്യും. കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി നോക്ക്, പല സംസ്ഥാനങ്ങളിൽ നമ്മൾ പല പോകുമ്പോഴുണ്ടല്ലോ, ആളുകൾ ഹെൽമെറ്റൊന്നും ഇല്ല പലർക്കും. ഒരു ബൈക്കിൽ തന്നെ 3-4 ഒക്കെ ഒരു കംപ്ലീറ്റ് ഫാമിലിയൊക്കെ ഇരുന്നു, ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഹെൽമെറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഗ്ലോബലി അത് 2 വീലേഴ്സും അല്ലാതെയുള്ള പിന്നെ സൈക്ലിസ്റ്റുകൾ എല്ലാ ആൾക്കാർക്കും ഹെൽമെറ്റ് നിർബന്ധമായിട്ടും തീർച്ചയായും പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ 4 വീലേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഹെൽമെറ്റ് അല്ലല്ലോ ആവശ്യം, അവർക്ക് സീറ്റ് ബെൽറ്റ്. കാര്യം സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നാൽ നമ്മൾ ഈ വെഹിക്കിളിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചുറീസും, ഹെഡ് ഇഞ്ചുറിയും, ചെസ്റ്റ് ഇഞ്ചുറി, സ്പൈനൽ ഇഞ്ചുറി, അബ്ഡോമിനൽ ഇഞ്ചുറി, എന്ത് ഇഞ്ചുറി വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, അത് ഹെൽമെറ്റിൻ്റെ ഉപയോഗവും സീറ്റ് ബെൽറ്റിൻ്റെ ഉപയോഗം, അത് നിയമപ്രകാരം അത് വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ സിറ്റിസൺസും അതും വളരെ സ്ട്രിക്റ്റായിട്ട് അതുണ്ടാക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒരു തോത് ഒരു പക്ഷേ കുറഞ്ഞേക്കാം.